അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന ദുആ റജബ് മാസത്തിൻ്റെ തുടക്കം മുതലേ നമ്മൾ പതിവാക്കാറുള്ള ഒന്നാണ്. എന്നാൽ ഈ ദുആയുമായി സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ട്. പലർക്കും പലവിധ സംശയങ്ങളുമുണ്ട്. ചില ആളുകൾ ഈ ദുആയുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് ചിലർ ദുആ ചെയ്യുമ്പോൾ മറ്റു ചിലർ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാൻ എന്ന് ദുആ ചെയ്യുന്നു. ചിലർ ശഅബാൻ മാസമായാൽ റജബ് എന്ന് ഒഴിവാക്കി അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ശഅബാൻ എന്ന് മാത്രം ദുആ ചെയ്യുന്നവരുമുണ്ട്. ഈ സംശയങ്ങളൊക്കെയും ദൂരീകരിക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, നശ്റത്തു ത്വയ്യിബ വലിയ ഒരവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ സംശയങ്ങൾക്ക് ആധികാരികമായി തന്നെ മറുപടി പറയാൻ കഴിയുന്ന വന്ദ്യരായ ഉസ്താദ് അവർകൾ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ സംശയങ്ങളും ഉസ്താദിനോട് ചോദിച്ച് നമുക്ക് നിവാരണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. റജബ് മാസമായി കഴിഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് ദുആ ചെയ്യാറുണ്ട് എന്ന ഹദീസ് സ്വഹീഹാണോ? ആരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നുള്ള ദുആ നമ്മുടെ കേരളത്തിൽ എല്ലാ പള്ളികളിലും റജബ് മാസമായാൽ ദുആ ചെയ്യുന്ന പതിവുണ്ട്. കേരളത്തിൻ്റെ പുറത്തും പലയിടത്തും ആ പതിവുണ്ട്. അത് നല്ല ഒരു ചര്യയാണ്. കാരണം ഈ ഹദീസ് ധാരാളം മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 35 പരം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഉദാഹരണമായി ചിലത് ഞാൻ പറയാം. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ അവരിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശുഅബുൽ ഈമാനിൽ പറഞ്ഞ സനദ് അഖ്ബറന അബൂ അബ്ദില്ലാഹിൽ ഹാഫിൽ അഖ്ബറന അബൂബക്കർ മുഹമ്മദ് ബിനുൽ മുഅമ്മിൽ ഹദ്ദസനൽ ഫള് ബിനു മുഹമ്മദ് ഷഹറാനി ഹദ്ദസനൽ ഖവാരീരിയു ഹദ്ദസന സായിദത്തു ഹദ്ദസന സിയാദുൻ നുമൈരിയു അൻ അനസിൻ റളിയല്ലാഹു തആല അൻഹു വഅൻഹും ഖാല കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബുൻ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഇങ്ങനെയാണ് ആ ഹദീസ് ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടുമാരിൽ അവസാന ഭാഗത്തുള്ളത് ഹദ്ദസന സായിദത്തു ഹദ്ദസന സിയാദുൻ അൻ അനസിൻ എന്ന. അത് നാം 35ഓളം ഗ്രന്ഥങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരതുമ്പോഴും എല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ളത് അങ്ങനെ തന്നെയാണ്. സായിദ അൻ സിയാദിൻ അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് കാണുന്നത്. അതുപോലെ ഇമാം ബൈഹഖിയുടെ അദ്ദഅവാത്തുൽ കബീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും 142 പേജ് ബാബു മാ റുവിയ ഫി ദുആഇ ഇദാ ദഖല റജബുൻ, റജബ് പ്രവേശിച്ചാൽ തന്നെ ദുആ ചെയ്യേണ്ടതിനെ റിപ്പോർട്ട് ചെയ്യുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഇമാം ബൈഹഖിയുടെ ദുആകൾ സമാഹരിച്ച ഏറ്റവും വലിയ ഗ്രന്ഥം അദ്ദഅവാത്തുൽ കബീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്നെ അവരുടെ ഫളായിലുൽ ഔഖാത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥം, അത് ഓരോ സമയങ്ങളുടെ പ്രത്യേകതകളും ഷറഫും പറയുന്ന കിതാബാണ്, ഹദീസിൻ്റെ കിതാബാണ്. ആ ഗ്രന്ഥത്തിൽ 104 പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം തൊബറാനി അദ്ദുആ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 284 പേജിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം തൊബറാനി തന്നെ അൽ മുഅ്ജമുൽ ഔസത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അവർ ഹദീസിൻ്റെ നമ്പർ 4086 ഹദീസായി ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇമാം തൊബറാനി പറഞ്ഞു, ലാ യുർവാ ഹാദൽ ഹദീസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിഹാദൽ ഇസ്നാദ് തഫറദ ബിഹി സായിദത്ത് ബിനു അബിർ റുഖാദ്. സായിദത്ത് ബിനു അബിർ റുഖാദ് സിയാദിൻ നുമൈരിയിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹുവിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായിട്ടാണ് ഈ ഹദീസ് എല്ലാ കിതാബുകളിലും ഉള്ളത്. മറ്റൊരു ഇസ്നാദ് ഇതിനില്ല എന്ന് ഇമാം തൊബറാനി പറഞ്ഞിട്ടുണ്ട്. അത് നാം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പരതുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യവുമാണ്. അതുപോലെ ഫളായിലു റമളാൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബി ദുനിയ റഹിമഹുല്ല 24 പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ
ഹാഫിദ് ഇബ്നു സുന്നി റഹിമഹുല്ല അവരുടെ അമലുൽ യൗമി വല്ലൈല എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 610 പേജ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നവവിയും തൻ്റെ അൽ അദ്കാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 328 പേജിൽ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റുവീന ഫി ഹില്യത്തിൽ ഔലിയായി ബി ഇസ്നാദിൻ ഫീഹി ളഅഫുൻ അൻ സിയാദിൻ നുമൈരി അൻ അനസിൻ റളിയല്ലാഹു അൻഹു. ഈ ഹദീസിൽ ഇതിൻ്റെ റിപ്പോർട്ടിൽ ളഅഫുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം സായിദത്ത് എന്ന് പറയുന്ന റാവി ലഈഫാണ്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബുൻ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ഹില്യത്തുൽ ഔലിയാ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്ന് ഇമാം നവവി അദ്കാർ ഉദ്ധരിക്കുക. അതിനുശേഷം ഇമാം നവവി പറയുന്നു വ റുവീനാഹു അയ്ളൻ ഫി കിതാബ് ഇബ്നു സുന്നി അമറുൽ യൗമി വല്ലൈല എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ഇത് നമുക്ക് റിപ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. ബി സിയാദത്തിൻ, അതിലൊരു സിയാദത്തുണ്ട് എന്ന് ഇമാം നവവി പറയുന്നുണ്ട്. അപ്പോൾ അമറുൽ യൗമി വല്ലൈല എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വല്യഗന റമളാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിയാദത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ സിയാദത്ത് ഏതാണ്? വല്യഗന റമളാൻ എന്ന് കഴിഞ്ഞിട്ട് വേറൊരു പ്രാർത്ഥനയാണോ? അതല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും. ആ അദ്കാറിൻ്റെ ഇബാറത്ത് കാണുമ്പോൾ അത് വഫ്യഖന ഫീഹി ലിസ്വലാത്തി വസ്സിയാമി എന്ന് പറഞ്ഞ് ലിൽ ഖിയാമി വസ്സിയാമി എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് തോന്നിപ്പോകും. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. അമറുൽ യൗമി വല്ലൈല പരതിയാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം വകാന ഇദാ കാനത്ത് ലൈലത്തുൽ ജുമുഅ ഖാല ഹാദിഹി ലൈലത്തുൻ ഖറാഉ വ യൗമുൻ അസ്ഹറു എന്ന് പറയാറുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുത്തുനബി ആ രാത്രിയെ ബഹുമാനിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറയും, ഇത് നല്ല രാത്രിയാണ്, ശോഭനമായ രാത്രിയാണ്, ശോഭനമായ ദിവസമാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് ആ സിയാദത്ത് എന്ന് നമുക്ക് അമറുൽ യൗമി വല്ലൈല നോക്കിയാൽ കാണാനും പറ്റും. അദ്കാറിൻ്റെ ഷർഹായ അൽ ഫുതൂഹാത്തുൽ റബ്ബാനിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 2455 പേജിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ കൻസുൽ ഉമ്മാൽ ഫി സുനനിൽ അഖ്വാലി വൽ അഫ്ആൽ എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥത്തിൽ അത് ഇമാം അൽ മുത്തഖി അൽ ഹിന്ദി അവരുടെ ഗ്രന്ഥമാണ്. 975 അവർ വഫാത്തായത്. ആ കൻസുൽ ഉമ്മാലിൽ 779 പേജിൽ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മജ്മുഉസ് സവായിദ് വ മംബഉൽ ഫവായിദ് ഇമാം ഹൈസമിയുടെ നൂറുദ്ദീനുൽ ഹൈസമിയുടെ ഗ്രന്ഥം അതിൽ 265 പേജിൽ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റവാഹുൽ ബസ്സാറു എന്നാണ് അവർ പറഞ്ഞത്. വഫീഹി സായിദത്ത് ബിൻ റുഖാദ് ഖാലൽ ബുഖാരി മുങ്കറുൽ ഹദീസി വജഹലഹു ജമാഅത്തുൻ. ബുഖാരിയുടെ അഭിപ്രായം ഈ സായിദ എന്ന് പറഞ്ഞ ആൾ മുങ്കറുൽ ഹദീസാണ്, അദ്ദേഹത്തിൻ്റെ ഹദീസ് മുങ്കറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ജഹലഹു ജമാ, ചില മുഹദ്ദിസീങ്ങൾ അദ്ദേഹം ആരാണെന്ന് അറിയൂല, മജ്ഹൂലാണ് റാവി, അദ്ദേഹം നീതിമാനാണോ അല്ലയോ എന്ന് അറിയൂല എന്ന് പറഞ്ഞവരും ഉണ്ട്. മുസ്നദുൽ ബസ്സാറിൽ ഇതേ ഹദീസ് കാണാം. 292 വഫാത്തായാലാണ് ഇമാം ബസ്സാർ. അവരുടെ മുസ്നദുൽ ബസ്സാർ അൽ ബഹ്റു സഖാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം. വസായിദത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇതേ നേരത്തെ പറഞ്ഞ അതേ റിപ്പോർട്ടാണ് എല്ലാറ്റിലും ഉള്ളത്. വസായിദത്ത് ബിൻ അബിർ റുഖാദ് അവരെ പറ്റി ഇമാം ബസ്സാർ എന്താ പറയുന്നത്? സായിദത്ത് ബിൻ അബിർ റുഖാദ് റജുലുൻ മിൻ അഹ്ലിൽ ബസ്റ, അദ്ദേഹം ബസ്റക്കാരനാണ്. ബാഹിലി കബീലയാണ്. ഹദ്ദസ അൻ സാബിത്തിൻ വഅൻ സിയാദിൻ വഅൻ ഗൈരിഹിം, സാബിത്തിൽ നിന്നും സിയാദിൻ നുമൈരിയിൽ നിന്നും മറ്റു പലരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ ഇന്നമാ യുക്തബു മിൻ ഹദീസിഹി മാ യൻഫരിദു ബിഹി, ഈ സായിദത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സായിദയുടെ ഹദീസ് എടുക്കേണ്ടതില്ല, മറ്റുള്ളവരുടെ ഹദീസേ പറയേണ്ടതുള്ളൂ. കാരണം സായിദക്ക് ളുഅഫുള്ള ആളാണ്, ബലഹീനത ഉള്ള ആളാണ്. സായിദ മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസാണെങ്കിൽ അത് മാത്രമേ രേഖപ്പെടുത്തേണ്ടതുള്ളൂ, റിപ്പോർട്ട് ചെയ്യേണ്ടതുള്ളൂ എന്ന് ഇമാം ബസ്സാർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം സായിദയുടെ ഹദീസ് ലൈഫ് എന്നേ പറയേണ്ടതുള്ളൂ, അത് വ്യാജമാണ്, മൗലു എന്ന് പറഞ്ഞ് തീരെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. വസിയാദിനുൻ നുമൈരി ലൈസ ബിഹി ബഅസുൻ, സിയാദുൻ നുമൈരിക്ക് കുഴപ്പമില്ല. ഹദ്ദസ അന്നു ജമാഅത്തു മിൻ അഹ്ലിൽ ബസ്റ
വലു അറഫ്ന ഹാദിൽ ഹദീസ അൻ ഗൈരി സായിദത്ത അല ഹദ്ദസ്ന ബിഹ അൻഹു. സായിദ അല്ലാത്തവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് അറിവുണ്ടെങ്കിൽ നാം അത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ അബ്ദുൽ ഖാലിഖ് അദ്ദിമിഷ്കി റളിയല്ലാഹു അൻഹു 564 വർഷം വഫാത്തായ അവരുടെ അൽ മുഅ്ജം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ഇതുണ്ട്. 266 പേജിൽ ഫളായിലു ഷഹ്ർ റജബ് എന്ന് പറഞ്ഞ ഗ്രന്ഥം അൽ ഹസനുൽ ഖല്ലാൽ റഹിമഹുല്ല എഴുതിയതാണ്. 439 വർഷം വഫാത്തായ അൽ ഹസനുൽ ഖല്ലാൽ അദ്ദേഹത്തിൻ്റെ ഫളായിലു ഷഹ്ർ റജബ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 49 പേജിൽ ഇതേ ഹദീസുണ്ട്. അബ്ദുൽ ഗനിയുൽ മഖ്ദിസി ഹിജ്റ 600 വഫാത്തായ അവരുടെ ഗ്രന്ഥത്തിൽ അഖ്ബാറുസ്സലാ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇതേ ഹദീസുണ്ട്. 69 പേജ്. മഷിയഖത്തു അബി ത്വാഹിർ ബിൻ അബി സഖർ 476 വർഷം വഫാത്തായവരാണ്. അവരുടെ മഷിയഖ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 75 പേജിലുണ്ട്. അതുപോലെ മുഅ്ജം ഇബ്നു അസാക്കിർ 264 പേജിൽ മീസാനുൽ ഇഅ്തിദാൽ ദഹബിയുടെ 748 വർഷം വഫാത്തായ ദഹബിയുടെ മീസാനുൽ ഇഅ്തിദാലിലുണ്ട് 265 പേജിൽ. അതും റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സിയാദിൻ നുമൈരിയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അതിനെക്കുറിച്ച് പറഞ്ഞത് അവസാനം പറഞ്ഞു ലഈഫുൻ. ദഹബി ഹദീസിനെ പറ്റി പറഞ്ഞു ലഈഫ് എന്നാണ് പറഞ്ഞത്. ദഹബിക്ക് മൗലൂ എന്ന മൗലൂ ആക്കാൻ പറ്റുമെങ്കിൽ ദഹബി എന്തായാലും മൗലൂ ആക്കും. അങ്ങനെയാണ് ദഹബിൻ്റെ സ്വഭാവം. ദഹബി ഹദീസിനെ കുറിച്ച് ലഈഫ് എന്നാണ് പറഞ്ഞത്. അബൂബക്കറിനുൽ ബഗ്ദാദി 463 വർഷം വഫാത്തായ അദ്ദേഹം താരീഖു ബഗ്ദാദിൽ 1685 പേജിൽ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 571 വഫാത്തായ ഇബ്നു അസാക്കിർ തങ്ങൾ താരീഖു മദീനത്ത് ദിമിഷ്ക് 4057 പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ ഇമാം ഖസ്തല്ലാനിയുടെ 923 അവർ വഫാത്തായത്. അൽ മവാഹിബിൽ 3409 പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം സ്വാലിഹ് ഷാമി സുബുലുൽ ഹുദാ വർ റഷാദ് ഫി സീറത്ത് ഖൈറുൽ ഇബാദ് 942 അവർ വഫാത്തായത്. അതിൽ 395 പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്റാഫുൽ മുസ്നിദിൽ മുഅ്തലിബി അത്റാഫിൽ മുസ്നദിൽ ഹംബലി ഇമാം അസ്കലാനിയുടെ കിതാബ്. അതിൽ 395 പേജ് വാള്യം 1. അതിലും ഇതേ ഹദീസുണ്ട്. അവിടെ അസ്കലാനി ഇമാം പറഞ്ഞു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് വഖാ ഹാദൽ ഹദീസു ഫി മുസ്നദ് ബിൻ അബ്ബാസ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ മുസ്നദിലും ഇതേ ഹദീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഹദീസ് എങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഹദീസ് മുസ്നദിൽ ഉണ്ടായത് എന്നുള്ള സംശയ പ്രകടനമാണ് അസ്കലാനി തങ്ങൾ അവിടെ വഖാ എന്ന് ഉപയോഗിച്ചത്. സംഭവിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് എല്ലാ കിതാബിലും ഉള്ളത്. പിന്നെ എങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ മുസ്നദിൽ അത് വന്നു എന്നുള്ളൊരു സംശയ പ്രകടനമാണ് വഖാ ഹാദൽ ഹദീസു ഫി മുസ്നദ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത്. അമാലി ഇബ്നു ബിഷ്റാൻ അവർ 430 വഫാത്തായ ആളാണ്. അവരുടെ അമാലിയിൽ 2ാം വാള്യം 282 പേജിലുണ്ട്. അത്തർഗീബ് വത്തർഹീബ് ഖിവാമു സുന്ന ഇസ്മായിൽ 535 വർഷം വഫാത്തായവരാണ് അവർ. അത്തർഗീബ് വത്തർഹീബ് അവരുടെ കിതാബിലും 394 പേജിലുണ്ട്. അതുപോലെ ഇബ്നുൽ ഹസ്സാ അൽ ഹാക്കിമുൽ ഹസ്കാനി റഹിമഹുല്ല അവർ 480 വഫാത്തായ ആളാണ്. അവർക്ക് ഫളായിലു ഷഹ്ർ റജബ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അതിലും 494 പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കശ്ഫുൽ ഖഫ ഇജ്ലൂനിയുടെ കശ്ഫുൽ ഖഫ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 186 പേജ്. മആരിഫുൽ ഇൻആം വ ഫളായിലു ഷുഹൂർ വൽ അയ്യാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇബ്നുൽ മിബ്രദിൽ ഹംബലി 909 വഫാത്തായ ആളാണ്. 95 പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിഷ്കാത്തുൽ മസാബീഹ് നമ്മൾ സാധാരണ ദർസുകളിലൊക്കെ പഠിക്കുന്ന മിഷ്കാത്തുൽ മസാബീഹിലും അതിൻ്റെ ജുമുഅയുടെ ബാബിൽ 3ാമത്തെ ഫസുല് ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. പിന്നെ ഇമാം സുയൂത്തി അൽ ജാമിഉ സ്വഗീറിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുയൂത്തിയുടെ ജാമിഉ സ്വഗീറിന് ഇമാം മുനാവി എഴുതിയ ഫൈദുൽ ഖദീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ
ഇതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം കാണാം. റവാഹു അൽ ബൈഹഖിയു വബ്നു അസാക്കിർ ഫി താരീഖിഹി വഅബൂ നുഐമിൻ ഫിൽ ഹില്യ വഖദൽ ബസ്സാറു കുല്ലുഹും മിൻ റിവായത്തി സായിദത്ത് ബിൻ അബി റുഖാദ് അൻ സിയാദിൻ നുമൈരി അൻ അനസ് ബിൻ മാലിക്കിൻ ഖാല അൻ-നവവി ഫിൽ അദ്കാർ ഇസ്നാദുഹു ലഈഫ്. ഈ ഹദീസ് അതിൻ്റെ ഇസ്നാദ് ലഈഫാണ് എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു വബിദാലിക യുറഫു അന്ന ഖൗല ഇസ്മാഈൽ അൽ അൻസാരി ലം യസിഹ ഫി ഫളീൽ റജബിൻ ഗൈറു ഹാദാ ഖതഉൻ ലാഹിറുൻ. ഫൈദുൽ ഖദീറിൽ ഇങ്ങനൊരു ഇബാറത്തുണ്ട്, ഇസ്മായിലുൽ അൻസാരി റജബിൻ്റെ ഫളലിൽ ഈ ഒരു ഹദീസ് അല്ലാതെ സ്വഹീഹായി വന്നിട്ടില്ല എന്ന് ഇസ്മായിലുൽ അൻസാരി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കിനെ കുറിച്ച് ഫൈദുൽ ഖദീറിലും വേറെ സ്ഥലത്തും ഉണ്ട് അത് ഖതഉൻ, വ്യക്തമായ ഖത ആണ് എന്നുണ്ട്. അത് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം ഈ ഹദീസ് തീരെ സ്വീകരിക്കാൻ പറ്റിയതല്ല എന്നല്ല പറയുന്നത്. എന്താണ് ഇവിടെ ഖത എന്ന് പറഞ്ഞത്? ഇസ്മായിൽ അൽ അൻസാരി തങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് സ്വഹീഹ് എന്ന് പറഞ്ഞു. ആ സ്വഹീഹ് എന്ന് പറഞ്ഞത് ഖത ആണ്, കാരണം ഹദീസ് സ്വഹീഹ് അല്ല, അത് ഹസനും അല്ല, ഹദീസ് ലഈഫാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ ഇത്രയും കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസിന് അടിസ്ഥാനവുമുണ്ട്. ഹദീസ് സ്വഹീഹി ഹസന് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഹദീസ് ലഈഫ് എന്ന ഗണത്തിൽ പെടുന്നു. ലഈഫായ ഹദീസ് നമുക്ക് ഇതുപോലെ ദുആ ചെയ്യാനും അമൽ ചെയ്യാനുമൊക്കെ ഫളാഇൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ്. ഈ ഹദീസ് മൗളൂ ആണ് എന്ന് ഒരു മൗലവി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് തികച്ചും അസംബന്ധമാണ്. അത് മൗലവിമാർ സാധാരണ അവർ പ്രത്യക്ഷത്തിൽ കാണുന്നത് അങ്ങ് പറയുന്നവരാണല്ലോ ഈ മൗലവി എന്ന് പറഞ്ഞാൽ. മൗലവി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത് തന്നെ ഇൽമുകളിൽ തഹ്ഖീഖ് ഇല്ലാതാവുമ്പോഴാണ് ഒരാൾ മൗലവിയാകുന്നത്. അപ്പോൾ ഈ ഹദീസ് മൗലൂ ആണെന്ന് ആരെ പറഞ്ഞു? അങ്ങനെ അദ്ദേഹം പറയാൻ ആ മൗലവി പ്രമാണമാക്കിയത് ഇമാം അബൂ ഷാമയുടെ അൽ ബായിസ് അല ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന് പറഞ്ഞ ഗ്രന്ഥം 73-ാമത്തെ പേജ്. അതിലിങ്ങനെ ഒരു പരാമർശമുണ്ട്, ഫസ്ലുൻ ഫി ഫളി ഷഹരി റജബിൻ എന്ന് പറഞ്ഞ അധ്യായത്തിൽ അബൂ ഷാമ തങ്ങൾ പറയുന്നുണ്ട്, ഫീഹി സലാസത്തു അഹാദീസ് കുല്ലുഹ മുങ്കറ. 3 ഹദീസ് ഇതിലുണ്ട്, അതെല്ലാം മുങ്കറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുങ്കർ എന്ന വാക്കിന് ആ സാങ്കേതിക പ്രയോഗത്തിന് പല അർത്ഥങ്ങളും ഉണ്ട്. ചിലർ മുങ്കർ എന്ന് പറയാറുള്ളത് തീരെ സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസിനാണ്. ചിലർ മുങ്കർ എന്ന് പറയാറുള്ളത് ഒരു റാവി മാത്രം റിപ്പോർട്ട് ചെയ്തു, മറ്റാരും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിനും മുങ്കർ എന്ന് പറയാറുണ്ട്. ഇവിടെ എന്തർത്ഥം മുങ്കറിന് കൊടുത്താലും നമുക്കതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അഹദുഹ ഒരു ഹദീസ് സ്വലാത്തുർ റഗായിബ്. സ്വലാത്തുർ റഗായിബിനെ കുറിച്ച് റജബിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് സ്വലാത്തുർ റഗായിബ്. അതായത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ 12 റക്അത്ത് ഒരു പ്രത്യേക സൂറത്തുകളൊക്കെ ഓതി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് സ്വലാത്തുർ റഗായിബ്. ആ നിസ്കാരം പ്രത്യേക സുന്നത്തുണ്ട് എന്ന് ചിലർ വാദിക്കുന്നു, അത് സുന്നത്ത് ഇല്ല എന്ന് മറ്റു ചിലരും. ആ ഹദീസ് മൗലൂ ആണ് എന്ന നമ്മുടെ ഉലമാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഹദീസ് റജബിൻ്റെ ഫളൽ പറയുന്നത് സ്വലാത്തുർ റഗായിബിൻ്റെ ഹദീസാണ്. വസാനി ഹദീസു സായിദത്ത് ബിൻ അബി റുഖാദ്, നമ്മളിപ്പോൾ പറയുന്ന ഹദീസ് അൻ അനസ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബുൻ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അപ്പോൾ ഈ അബൂ ഷാമ തങ്ങൾ അൽ ബായിസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞ പരാമർശത്തിൽ നിന്ന് മൗലവി തെറ്റിദ്ധരിച്ചതാണ് ഹദീസ് സ്വീകരിക്കാൻ ഒരിക്കലും പറ്റാത്ത മൗദൂഇ വ്യാജം എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുന്ന ഹദീസാണ് എന്ന്. വെറും ഒരു ബായിസ് മാത്രം വായിച്ചാൽ പറ്റൂലല്ലോ. ഒരു വിഷയത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഒരു ഹദീസിൻ്റെ വിധി, ആ ഹദീസ് ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന് തീരുമാനമെടുക്കാൻ ഒരൊറ്റ കിതാബ് മാത്രം വായിച്ച് തീരുമാനമെടുക്കാൻ പറ്റില്ല. എന്താണ് ഈ മൗലവിക്ക് ബായിസ് എന്ന് പറഞ്ഞ ഗ്രന്ഥം തന്നെ ഒരു ഖുർആനെ പോലെ അബൂ ഷാമ തങ്ങൾക്ക് കിട്ടിയത് ഫുള്ള് വഹയാണ് എന്നുള്ളിടത്തോളം അതിലൊരു പിഴവും അല്ലെങ്കിൽ ഒരു മർജുഹായ
അഭിപ്രായം പോലും ഉണ്ടാകില്ല എന്ന വിധത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബായിസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ദേശം അതല്ല എന്ന് മറ്റു ഗ്രന്ഥങ്ങൾ പരതിയാൽ മനസ്സിലാകും. ഉദാഹരണമായി മൗലൂആയ ഹദീസ്, വ്യാജമായി പറയപ്പെടുന്ന ഹദീസുകൾ വിശദീകരിക്കാൻ മാത്രം ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് തദ്കിറത്തുൽ മൗലൂആത്ത് എന്ന് പറഞ്ഞ ഇമാം മുഹമ്മദ് ത്വാഹിർ അൽ ഹിന്ദി അൽ ഫത്തനി റഹിമഹുല്ലയുടെ ഗ്രന്ഥം. 976 അവർ വഫാത്താവുന്നത്. ആ തദ്കിറത്തുൽ മൗലൂആത്ത് എന്ന ഗ്രന്ഥത്തിൽ 117 പേജിൽ അവർ പറഞ്ഞത് നോക്കുക. വമാ റുവിയ അന്നല്ലാഹ അമറ നൂഹൻ ബി അമലി സഫീനത്തി ബി റജബിൻ വ അമറൽ മുഅ്മിനീന അല്ലദീന മഅഹു ബി സിയാമിഹി മൗലൂഉൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല കപ്പലുണ്ടാക്കാൻ പറഞ്ഞത് റജബ് മാസത്തിലാണ്, മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല നോമ്പ് പിടിക്കാനും കൽപ്പിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മൗലൂഉൻ, അത് വ്യാജാണ്, അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റൂല, മൗലൂ ആണ് എന്ന് പറയുന്നുണ്ട്. അതേ ഫത്തനി അത് പറഞ്ഞു ഉടനെ പറയുന്നത് എന്താ, നാം അത് മൗലൂ ആണെങ്കിലും റുവിയ ബി ഇസ്നാദിൻ ലഈഫിൻ, കണ്ടോ, മൗലൂ അല്ല, ലഈഫായ ഇസ്നാദ് കൊണ്ട് റിപ്പോർട്ടുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല റജബുൻ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. അത് പറഞ്ഞിട്ട് അവർ പറയുന്നു വയജൂസുൽ അമലു ഫിൽ ഫളാഇലി ബിൽ ലഈഫ്. ഫളാഇലുൽ അമാലിൽ ലഈഫ് കൊണ്ട്, ബലഹീനമായ ഹദീസ് കൊണ്ട്, പ്രബലമല്ലാത്ത ഹദീസ് കൊണ്ട് ഫളാഇലുൽ അമാലിൽ അമൽ ചെയ്യാം. ഫളാഇലുൽ അമാൽ എന്ന് പറഞ്ഞാൽ ഒരു അമലിൻ്റെ പുണ്യം പറയുന്ന ഹദീസ്, അല്ലെങ്കിൽ നമുക്ക് ദുആ ചെയ്യൽ പുണ്യകർമ്മമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. അല്ലാഹു തആല പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളി, ഇന്നത് ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല. ഹറാമല്ലാത്തതൊക്കെ അള്ളാഹിനോട് ചോദിക്കാം, ആവശ്യമുള്ളതൊക്കെ എന്നോട് ചോദിച്ചോളി. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പനയാണത്. അത് ഖുർആനിൽ പറഞ്ഞ ഒരു അമലാണ്, സുന്നത്താണ് ദുആ ചെയ്യുക എന്ന് പറഞ്ഞത്. ഹദീസിലും പ്രേരിപ്പിച്ചിട്ടുണ്ട്, ധാരാളം ഹദീസിലൂടെ ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹു റസൂൽ നമുക്ക് ദുആ കുറേ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ ദുആ ചെയ്യുക എന്ന് പറയുന്നത് ഖുർആനും ഹദീസും പ്രേരിപ്പിച്ച ഒരു സംഭവമാണ്. ആ സ്ഥിരപ്പെട്ട ഒരു സംഭവത്തിന് ഉപോത്ബലകമായി ഒരു ലഈഫായ ഹദീസ് കൊണ്ട്, ഒരു ലഈഫായ ഹദീസിൽ പറഞ്ഞു റജബ് വന്നാൽ ഈ ഒരു ദുആ ചെയ്യാം, ദുആ ചെയ്യണം, നല്ലതാണ്, റസൂൽ അങ്ങനെ ദുആ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അത്ര മതി, ദുആ ചെയ്യാമല്ലോ, ദുആ നല്ല കാര്യമല്ലേ, ദുആ നല്ല കാര്യം ഖുർആനിലും ഹദീസിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഹദീസ് എടുത്തിട്ട് അല്ലാഹു ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന ബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യാൻ പറ്റും എന്ന് ത്വാഹിറുൽ ഫത്തനി റഹിമഹുല്ല തദ്കിറത്തുൽ മൗലൂആത്തിൽ പറഞ്ഞു. ഇത് മൗലൂ അല്ല. അതുപോലെ ഇമാം മുനാവി ജാമിഉസ് സഗീറിന് 2 ഷർഹ് എഴുതി. ഒന്ന് ഫൈദുൽ ഖദീർ ആണെങ്കിൽ രണ്ടാമത്തെ ഷർഹ് അത്തൈസീർ എന്ന് പറഞ്ഞ ലഘു ഷർഹാണ്. ആ ഷർഹിലും പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു വഫീഹി നദ്ബുദ് ദുആഇ ബിൽ ബഖാഇ ഇലൽ അസ്മിനത്തിൽ ഫാദില, നല്ല സമയം, പുണ്യ സമയങ്ങൾ വരെ എനിക്ക് ആയുസ്സിട്ട് തരണേ എന്ന് ദുആ ചെയ്യൽ സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ബല്ലിഗ്നാ റമളാൻ ഉണ്ടല്ലോ അതിൽ. എന്നിട്ട് ഇമാം മുനാവി തൈസീറിൽ പറയാണ് വഫീഹി ലഅഫുൻ കമാ ഫിൽ അദ്കാർ, അദ്കാറിൽ പറഞ്ഞതുപോലെ ഹദീസ് ലഈഫാണ്, ഹദീസ് മൗലൂ അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇമാം അസീസി 1070 വഫാത്തായാണ് ഇമാം അസീസി. അവർ അസ്സിറാജുൽ മുനീർ ഷർഹുൽ ജാമിഉസ് സഗീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അവർ പറഞ്ഞു, പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അവസാനം പറഞ്ഞു വഫീഹി ലഈഫുൻ കമാ ഫിൽ അദ്കാർ, ഹദീസ് ലഈഫാണ് കമാ ഫിൽ അദ്കാർ. ഇത് നോക്കുക, മിർആത്തുൽ മഫാത്തീഹ് ഷർഹു മിഷ്കാത്തുൽ മസാബീഹ്, മിഷ്കാത്തുൽ മസാബീഹിൻ്റെ ഒരു ഷർഹാണല്ലോ മിർആത്തുൽ മഫാത്തീഹ്. ആ മിർആത്തിൽ പറഞ്ഞത് ഖുൽതു, ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു വഖാലൽ ബസ്സാർ, ഈ ഹദീസിനെ കുറിച്ച് ബസ്സാർ പറഞ്ഞത് ലാ ബഅസ ബിഹി, സായിദത്ത് എന്ന് പറഞ്ഞ റാവി അദ്ദേഹത്തിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ലാ ബഅസ ബിഹി, അദ്ദേഹം ലാ ബഅസയാണ്, പ്രശ്നമില്ല. വൈന്നമാ നക്തുബു മിൻ ഹദീസിഹി മാലം നജിദ് ഇന്ദ ഗൈരി, മറ്റുള്ളവരൊന്നും പറഞ്ഞില്ലെങ്കിലാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് നാം എഴുതുകയുള്ളൂ എന്ന് ഇമാം ബസ്സാർ പറഞ്ഞിട്ടുണ്ട്. കദാഫി തെഹ്ദീബി, ബസ്സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തെഹ്ദീബിലും പറഞ്ഞിട്ടുണ്ട്. വഫീഹി സിയാദത്തു അൻ നുമൈരി, സിയാദുൻ നുമൈരി വഹുവ ലഈഫുൻ, സിയാദുൻ നുമൈരിയും ലഈഫാണ്. ഇത്രേ അതിന് പ്രശ്നമുള്ളൂ, ഹദീസ് മൗലൂ അല്ല.
ഇബ്നു റജബുൽ ഹംബലി 795 വർഷം വഫാത്തായ മഹാനാണ്. ആ ഇബ്നു റജബുൽ ഹംബലിയുടെ ലത്വായിഫുൽ മആരിഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 121 പേജിൽ അവർ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വറുവിയ അൻ അബി ഇസ്മായിൽ അൽ അൻസാരി അന്നഹു ഖാൽ ലം യസിഹ ഫി ഫദ്ലി റജബിൻ ഗൈറു ഹാദൽ ഹദീസ്. ഈ ഹദീസ് അല്ലാതെ റജബിൻ്റെ ഫദ്ലിൽ ശ്രേഷ്ഠത പറയുന്ന ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല. അപ്പോൾ ഈ ഹദീസ് മൗദൂആണെന്ന് അവരും പറയുന്നില്ല. വഫീ ഖൗലിഹി നളറുൻ, കണ്ട, ഈ ഹദീസ് അല്ലാതെ സ്വഹീഹായി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇബ്നു റജബ് പറയാണ്, ആ സ്വഹീഹാണ് എന്ന് പറഞ്ഞത് ശരിയല്ല. ഫഇന്ന ഹാദൽ ഇസ്നാദ് ഫീഹി ലഅഫുൻ, ഈ ഇസ്നാദിൽ ലഅഫ് ഉണ്ട്. അപ്പോൾ ഈ ഇസ്നാദ് ലഅീഫാണ്, മൗദൂആണ് എന്നല്ല, ലഅീഫാണ്. വഫീ ഹാദൽ ഹദീസ്, എന്നിട്ട് ഈ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് പറഞ്ഞ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട് അതിൽ, അൽ ഇസ്തിഹ്ബാബി ദുആഇ ബിൽ ബഖാഇ ഇലൽ അസ്മനത്തിൽ ഫാദില, നല്ല സമയങ്ങളിൽ അല്ലാഹു തആല ആയുസ്സുട്ട് തരട്ടെ എന്ന് ദുആ ചെയ്യൽ സുന്നത്താണ് എന്നതിന് തെളിവുണ്ട്. ലി ഇദ്റാക്കിൽ അമാലി സ്വാലിഹ ഫിഹ ഫഇന്നൽ മുഅ്മിന ലാ യസീദുഹു ഉംറുഹു ഇല്ലാ ഖൈർ എന്ന് പറയുന്നുണ്ട്. അത്തൻവീർ എന്ന് പറഞ്ഞ ജാമിഉ സഗീറിൻ്റെ ഷർഹിൽ അൽ അമീർ സ്വൻആനി പറയുന്നുണ്ട്. അമീർ സ്വൻആനി 1182 വഫാത്തായ ആളാണ്. 8390 പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ഖാല ഇബ്നു റജബിൻ ഫീഹി നദ്ബു ദുആഇ ബിൽ ബഖാഇ ഇലൽ അസ്മിനത്തിൽ ഫാദില. ഈ ഹദീസിൽ നല്ല സമയങ്ങളിൽ ആയുസ്സുട്ട് കിട്ടാൻ ദുആ ചെയ്യൽ സുന്നത്താണ് എന്ന് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹദീസ് മൗദൂആണെന്ന് ഇവരാരും പറഞ്ഞില്ല. ഇനി നമുക്ക് ഇമാം അസ്കലാനി അൽ ഹാഫിദ് ഇബ്നു ഹജറിനിൽ അസ്കലാനി റഹിമഹുല്ലാ അവർ ഈ ഹദീസിനെ കുറിച്ചുള്ള എടുത്ത തീരുമാനം നമുക്കൊന്ന് പരിശോധിക്കാം. അസ്കലാനി തങ്ങൾ ഹദീസിൽ ഏറ്റവും പ്രഗത്ഭനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ആളാണല്ലോ. പുത്തൻവാദികൾക്ക് വരെ അസ്കലാനിനെ കുറിച്ച് അറിയാം. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിക്ക് സ്വഹീഹിന് ഷർഹ് എഴുതിയ ആളാണ്. അവർ ഈ റജബ് മാസത്തെക്കുറിച്ച് ഒരു കിതാബ് എഴുതി, തബീനുൽ അജബ് ബിമാ വറദ ഫി ഫളി റജബ്. ആ കിതാബിൽ അസ്കലാനി തങ്ങൾ പറഞ്ഞത്, അമ്മൽ അഹാദീസുൽ വാരിദത്തു ഫി ഫളി റജബിൻ, റജബ് മാസത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ ഫഹിയ അലാ ഖിസ്മൈനി, 2 വിധം ഹദീസുകളുണ്ട്. റജബ് മാസത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ ലഈഫ, റജബ് മാസത്തെക്കുറിച്ച് വന്ന ഹദീസ് ഒന്ന് ലഈഫായതാണ്, സ്വഹീഹ് ഹദീസ് ഒന്നും ഇല്ലയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് ലഈഫ്, ലഈഫ് കൊണ്ട് അമൽ ചെയ്യാം, നമുക്ക് ഫളായിൽ അമൽ ചെയ്യാമെന്നും പറഞ്ഞു. ഒന്ന് ലഈഫ്. വ മൗദൂഅ, മറ്റൊരു വിഭാഗം ഹദീസ് അത് വ്യാജം തന്നെ, മൗദൂആണ്. 2 സൈസ് ഹദീസ് വന്നിട്ടുണ്ട്. ഫമിനൽ ലഈഫത്തി, കണ്ട, മൗദൂ അല്ല എന്ന് വ്യക്തമായി അസ്കലാനി നിങ്ങൾ പറയാം. ഫമിനൽ ലഈഫത്തി ഖാല അബൂബക്കറിൽ ബസ്സാർ ഫി മുസ്നദിഹി എന്ന് പറഞ്ഞിട്ട്, ഇദാ ദഖല റജബുൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതിനെക്കുറിച്ച് പിന്നെ അതിൻ്റെ റിപ്പോർട്ടർമാരൊക്കെ വിശദീകരിക്കുന്നു, ഇമാം അസ്കലാനി വിശദീകരിക്കുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഖുൽതു വ സായിദത്ത് ഇബ്നു അബിർ റുഖാദ്, സായിദത്ത് ഇബ്നു അബിർ റുഖാദ് എന്ന് പറഞ്ഞ റാവി റവാ അന്നു ജമാഅ, അദ്ദേഹത്തിൽ നിന്ന് കുറേ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതാ, അദ്ദേഹത്തിൽ നിന്ന് കുറേ ആളുകൾ സായിദയിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ സായിദ മുതൽക്കാണ് ലഈഫ് വരുന്നത്. സായിദയുടെ ശേഷം സിയാദ്, സിയാദിൻ്റെ ശേഷം അനസ് റളിയല്ലാഹു അൻഹു, അതെല്ലാ കിതാബിലും ഒരുപോലെയാണ്. വ ഖാല ഫീഹി, സായിദിയെക്കുറിച്ച് അബൂ ഹാത്തിം തങ്ങൾ പറഞ്ഞു, യുഹദ്ദിസു അൻ സിയാദിൻ നുമൈരി അൻ അനസിൻ അഹാദീസ മർഫൂഅ മുങ്കറ ഫലാ യുദറ മിൻഹു ഔ മിൻ സിയാദിൻ. സായിദ് റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസ് നമുക്ക് മുങ്കറായ ഹദീസുകളുണ്ട്. ആ ഹദീസ് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ മുങ്കറായി വന്നതാണോ അതോ അദ്ദേഹത്തിൻ്റെ ഷൈഖായ സിയാദിൽ നിന്ന് മുങ്കറായതാണോ എന്ന് നമുക്കറിയില്ല. വല അഅലമു റവാ അൻ ഗൈരി സിയാദിൻ, സിയാദ് അല്ലാത്തവരിൽ നിന്ന് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തതായി എനിക്കറിയൂല എന്ന് അസ്കലാനി തങ്ങൾ പറയുന്നുണ്ട്. ഫകുന്നാ നഅ്തബിറു ബി ഹദീസിഹി, ഇദ്ദേഹത്തിൻ്റെ ഹദീസ് നമ്മൾ പരിഗണിക്കുന്നുണ്ട്, സായിദയുടെ ഹദീസ് നാം പരിഗണിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷം
അസ്കലാനി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അത് പലരും തെറ്റിദ്ധരിച്ച വാക്കാണ്. അതുകൊണ്ട് അത് ഞാൻ ഒന്ന് പറയാം. ഒരു പക്ഷേ തബീനുൽ അജബ് എന്ന് പറഞ്ഞ കിതാബ് ഈ മൗലവിമാർ വല്ലാതെ ഉപയോഗപ്പെടുത്തുന്നൊരു കിതാബാണ്. അപ്പോൾ അവർ ഈ ഒരു വാക്ക് കണ്ടിട്ടായിരിക്കും ഹദീസ് മൗദൂഇ എന്ന് പറയുന്നത്. അതെന്താണ് ആ വാക്ക്? സുമ്മ വജത്തുലി ഹാദൽ ഖബരി, ഇതേ ഹദീസിന് ഞാൻ കണ്ടിട്ടുണ്ട് ഇസ്നാദൻ ലാഹിറുഹു അസിഹ, വേറൊരു റിപ്പോർട്ട് ഞാൻ കണ്ടു. ആ റിപ്പോർട്ടിൻ്റെ പ്രത്യക്ഷം നോക്കുമ്പോൾ അത് സ്വഹീഹായ റിപ്പോർട്ടാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫക അന്നഹു മൗദൂഉൻ, അപ്പോൾ അത് മൗദൂ ആണെന്നാണ് തോന്നുന്നത്. ഏത് മൗദൂ ആണെന്ന്? ഈ ഹദീസ് മൗദൂ ആണ് എന്നാണ് അധിക മൗലവിമാരൊക്കെ അതിനർത്ഥം വെക്കുന്നത്. മൗലവിമാരല്ലാത്ത മുൻ കഴിഞ്ഞു പോയ ഒരു മുസന്നിഫും നമ്മുടെ ഹത്താബ്, അല്ലാമ ഹത്താബ്, അവർ മവാഹിബുൽ ജലീൽ ലി ഷർഹി മുഖ്തസർ ഖലീൽ, മാലിക്കി മദ്ഹബിൽ അറിയപ്പെട്ട കിതാബാണല്ലോ മുഖ്തസർ ഖലീൽ. ആ മവാഹിബുൽ ജലീൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ റജബ് മാസത്തിൻ്റെ ഫളായിൽ പറയുന്നിടത്ത് ആ ഷറഹിൽ ഹത്താബ് തങ്ങൾ, ഹത്താബ് അർ റുഐനി, അവർ 954 അവർ വഫാത്താവുന്നത്. അവർ ഈ തബീനുൽ അജബ് എന്ന അസ്കലാനി തങ്ങളുടെ കിതാബിലുള്ള ആ ഇബാറത്തുകൾ വിശദമായി ഉള്ള ആ ഇബാറത്ത് ഷോർട്ടായി ഇവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്കലാനി തങ്ങൾ ആ പറഞ്ഞ വലിയ ഇബാറത്ത് ഷോർട്ടായി ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഷോർട്ടായ ഉദ്ധരണിയിൽ നമുക്ക് മനസ്സിലായി ഹത്താബ് തങ്ങൾക്ക് അവിടെ ചെറിയൊരു സല്ലത്ത് പറ്റിയിട്ടുണ്ട്. എന്താണ് ആ സല്ലത്ത്? ഫക അന്നഹു മൗദൂഉൻ, അസ്കലാനി തങ്ങൾ പറയുന്നത് ഇതേ ഹദീസിന് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടല്ലാത്ത വേറൊരു റിപ്പോർട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷം അത് സ്വഹിയായ നീതിമാന്മാർ മാത്രമേ അതിലുള്ളൂ പ്രത്യക്ഷത്തിൽ. അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടു. ഫക അന്നഹു മൗദൂഉൻ, ആ റിപ്പോർട്ട് പ്രത്യക്ഷം നീതിമാന്മാർ മാത്രമുള്ള ആ റിപ്പോർട്ട് മൗദൂആന്നാണ് പറയുന്നത്. ഫഅറത്തു തംബീഹ അലൈഹി, അതുകൊണ്ട് ഈ ഫഅറത്തു തംബീഹ അലൈഹി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിക്കുകയാണ് ഹത്താബ് തങ്ങളും മറ്റുള്ളവരൊക്കെ. ഫഅറത്തു തംബീഹ അലൈഹി എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്, അതിലുള്ള പ്രശ്നം എന്താണെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് വിഷയം മനസ്സിലാകുക. ഫഅറത്തു തംബീഹ അലൈഹി, ആ റിപ്പോർട്ട് ഞാനൊന്ന് ഉണർത്താൻ ഉദ്ദേശിച്ചു. ലി അല്ലാ യുഗ്തറ ബിഹി, അത് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പറയാം ഖറഅതു ബി ഖത്തിൽ ഹാഫിദ് സിലഫി, അൽ ഹാഫിദു സിലഫിയുടെ എഴുത്തിൽ ഞാൻ എത്തിച്ചു. എന്താണ് ആ എഴുത്തിലുള്ളത്? ഹദ്ദസന ഷെയ്ഖ് അബുൽ ബറകാത്തു സഖത്തിയു അഖ്ബറന മുഹമ്മദ് ബിൻ അലിജിൻ അൽ മുഹ്തദി അംബഅന ഈസ ബിൻ അലിജിൻ ബിൻ അൽ ജറാഹ് അംബഅന അൽ ഖവാരീരിയു അൻ ഹമ്മാദ് ബിൻ സലമത്ത അൻ സാബിത്തിൻ അൻ അനസിൻ റളിയല്ലാഹു. ഇങ്ങനെയാണ് ഈ ഹദീസ് ഉള്ളത്. ഇവിടെ ഹമ്മാദ് ബിൻ സലമ സാധാരണ മുസ്ലിമിൻ്റെ റാവികളിൽപ്പെട്ട ആളാണ്. ആൾ നീതിമാനാണ്. അവിടെയാണ് അവിടെ പ്രശ്നമുള്ളത്. ഈ ഹദീസ് പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഹമ്മാദ് ബിൻ സലമയും സാബിത്തും എല്ലാം റെഡിയാണ്, ഒരു ലഈഫ് ഇതിലില്ല. ഇങ്ങനെയാണ് വ്യാജമായ ഹദീസുകൾ വരുന്നത്. അതിൻ്റെ റിപ്പോർട്ടുമാരിൽ സ്വീകരിക്കാൻ പറ്റാത്ത കള്ളന്മാരുണ്ടാവും. അവരെ പേര് മാറ്റിവെച്ച് അവിടെ സ്വീകാര്യയോഗ്യരായ ആളുകളെ പേര് മെല്ലെ കടത്തി വെക്കും. അപ്പോൾ അറിയാൻ കഴിയൂല ഈ ഹദീസ് മൗദൂ ആണ് എന്നുള്ളത്, പെട്ടെന്ന് അറിയാൻ കഴിയൂല. അപ്പോൾ അസ്കലാനി തങ്ങൾ അത് കണ്ടുപിടിച്ചു. അസ്കലാനി തങ്ങൾ അവിടെ വിശദീകരിക്കുക കുൽത്തു വഹാദാ മിൻ സുനഅത്തി സഖത്തി, ഇവിടെ പ്രശ്നമുള്ളത് ഈ ഒരു റിപ്പോർട്ടിനാണ്. ഇത് ഈ സഖത്തി ഉണ്ടാക്കിയ ഒരു കള്ളത്തരമാണ്. ഇത് സഖത്തി ഉണ്ടാക്കിയതാണ്. ഫീഹി ദലീലുൻ അലാ ജഹ്ലിഹി, സഖത്തിക്ക് വിവരമില്ല എന്ന് ഈ ഒരു കാട്ടിക്കൂട്ടലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഫൈനൽ ഖവാരീരി ലം യൽഹഖ് ഹമ്മാദ് ബിൻ സലമ, ഹമ്മാദ് ബിൻ സലമയെ തീരെ ഹമ്മാദ് ബിൻ സലമൻ്റെ കാലത്ത് ഹമ്മാദ് സലമയെ കൂടെ ഒരുമിച്ച് കൂടാത്ത ആളാണ് ഖവാരീരി എന്ന് പറഞ്ഞ ആൾ. വൈന്നമാ റവാഹു, ഖവാരീരി റിപ്പോർട്ട് ചെയ്യുന്നത് അൻ സായിദത്ത ബിൻ അബിർ റുഖാദ്, സായിദത്ത് ബിൻ അബിർ റുഖാദിൽ നിന്ന് മാത്രമേ ഖവാരീരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഹമ്മാദ് ബിൻ സലമയെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഹമ്മാദ് ബിൻ സലമ എന്നവിടെ പറഞ്ഞത് അത് തദ്ലീസാണ്, അത്
പിഴവാണ്. അപ്പോൾ ഈ റിപ്പോർട്ടും മൗലു ആണ് എന്ന് ഉണർത്താൻ ഞാൻ ഉദ്ദേശിച്ചു എന്നാണ് അസ്കലാനി തങ്ങൾ പറഞ്ഞത്. എന്നല്ലാതെ അസ്കലാനി തങ്ങൾ ഈ ഹദീസ് മൗലു ആണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അവിടെ ഹത്താബ് തങ്ങൾക്ക് അവിടെ ഒരു ഇസ്തിഅ്ജാൽ സംഭവിച്ചത്, പെട്ടെന്ന് അവർക്ക് അത് ഉദ്ധരിച്ചപ്പോൾ ഒരു സല്ലത്ത് സംഭവിച്ചതാണ്. അസ്കലാനി തങ്ങൾ തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് എന്താ? ലം അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, സനദൊക്കെ പറഞ്ഞിട്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസും ബഅദ റമളാന ഇല്ലാ റജബ വ ശഅബാൻ, റമളാനിൻ്റെ ശേഷം റജബിലും ഷഅബാനിലും നോമ്പ് പിടിച്ചിട്ടുള്ളൂ എന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുൽത്തു, അതിനെക്കുറിച്ച് അസ്കലാനി തങ്ങൾ പറയാം, വഹുവ ഹദീസ് മുങ്കറുൻ മിൻ അജലി യൂസുഫ് ഇബ്നു അത്തിയ, ആ റിപ്പോർട്ടിൽ യൂസുഫ് ഇബ്നു അത്തിയ ഉണ്ട്, അതുകൊണ്ട് ഹദീസ് മുങ്കറാണ്. ഹദീസ് മുങ്കറാന്നാണ് പറഞ്ഞത്. മുങ്കറായ ഹദീസ് ആയതുകൊണ്ട് ഈ ഹദീസ് ബാത്തിലത്താണ്, മൗലു ആണ് എന്ന് അസ്കലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല. അസ്കലാനി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം പിന്നെയാണ് ബാത്തില ഹദീസുകൾ വമിനൽ ഹദീസുൽ ബാത്തില എന്നാണ് പിന്നീട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ മുങ്കറാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ട് പോലും ലഈഫുൻ ജിദ്ദൻ, ഇത് വളരെ ലഈഫാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഹദീസിനെ അസ്കലാനി ഇമാമ് ബാത്തിലായ ഇനത്തിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, നേരത്തെ അബൂ ഷാമ പറഞ്ഞല്ലോ, ഈ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ ഹദീസ് മുങ്കറാന്ന് അവർ പറഞ്ഞല്ലോ. ആ മുങ്കറാന്ന് പറഞ്ഞാൽ പോലും അത് മൗദൂ എന്ന് പറഞ്ഞ ഇനത്തിൽ പെടുന്നില്ല, നമുക്കതിന് മനസ്സിലാക്കാം. ഇനി അബൂഷാമ മാത്രമേ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവരൊന്നും ആ ഹദീസ് മുങ്കറാന്ന് പറഞ്ഞിട്ടുമില്ല. അവരൊക്കെ പറഞ്ഞത് ഹദീസ് ലഈഫാണ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അൽ മിനഹുർ റൗദുൽ അസ്ഹർ ഫി ഷറഹിൽ ഫിഖ്ഹിൽ അക്ബർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇമാം ഖാരി 504 പേജിൽ പറയുന്നുണ്ട്, ഒരാൾ പറഞ്ഞു, റജബ് മാസം റമളാൻ മാസം വന്നപ്പോൾ ജാ ഹാദ ഷഹ്റു ത്വീൽ, ഈ ഭാരമേറിയ മാസം വന്നല്ലോ എന്നൊരാൾ പറഞ്ഞാൽ കാഫിറായി പോവും. ഫിഖുൽ അക്ബറിൻ്റെ ഷറഹിൽ മുല്ലായൽക്കാരി പറയുന്നുണ്ട്. അതിനെ അവർ തെളിവാക്കി പറഞ്ഞത്, ഫൈന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല റജബുൻ യഖൂലു അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വല്ലിഗ്നാ റമളാൻ. റജബായാൽ തന്നെ മുത്തുനബി റമളാൻ വരാൻ വേണ്ടി ഒരുങ്ങിയിട്ട് റജബിലും ഷഅബാനിലും ബർക്കത്ത് ഞാൻ ദ്വാരക്കുകയും റമളാൻ എത്തിച്ചു തരണേന്ന് ദ്വാരക്കാറുള്ളത്. എന്നിട്ട് അത്രയും പുണ്യമുള്ള റമളാന് വരുമ്പോൾ ഒരാൾ ഭാരമേറിയ റമളാൻ എന്ന് പറഞ്ഞാൽ കാഫിറായി പോകും എന്ന് മുല്ലാലിൽക്കാരി പറയുമ്പോൾ ആ ഹദീസ് സാബിത്താണ് എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഫൈദുൽ ഖദീറിൽ അതും കൂടെ വായിച്ചിട്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. ഫൈദുൽ ഖദീറിൽ ഇമാം മുനായി പറയുന്നുണ്ട്, 1031 ഇമാം മുനായി വഫാത്തായത്. 418 പേജിൽ തമ്പീഹിട്ട് പറയാം, ഖാല ഫീ കിതാബി സിറാത്തുൽ മുസ്തഖീം, അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ലം യസ്ബുത്ത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫളിൽ റജബിൻ ഇല്ലാ ഖബർ കാന ഇദാ ദഖല റജബുൻ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബിൻ്റെ ഫളിൽ ഈ ഹദീസ് മാത്രമേ സാബിത്തായിട്ടുള്ളൂ, സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. മറ്റ് ഹദീസ് വലം യസ്ബുത്ത് ഗൈറുഹു, മറ്റ് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം മുനാവി ഫൈദുൽ ഖദീർ ഉദ്ധരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം, നാം ദുആ ചെയ്ത് വരാറുള്ള ആ ദുആ സ്ഥിരപ്പെട്ട ദുആ ആണ്.